എല്ലാം ഇങ്ങനെ പോയി. എല്ലാവരും റുട്ടീൻ കോഴി. ഹലോ ഗൈസ്, വെൽക്കം ടു ഹിഗം സ്റ്റോറീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രോപ്പർ ഹെയർ കെയർ റൂട്ടീനെ കുറിച്ച് സംസാരിക്കാനാണ്. ഹെയർ കെയർ റൂട്ടീനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണമെങ്കിൽ ഈ ഒറ്റ ഒരു വീഡിയോ പോരാ. അപ്പം ഞാൻ ഓരോ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ലേറ്റർ ഓൺ ഈ ലോങ് വീഡിയോസ് ഇടും. അപ്പം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈസ് ഓൾ അബൌട്ട് ഹെയർ ഓയിലിംഗ്. ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഒരു ഹെയർ കെയർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. മിക്കവാറും ആഴ്ചയിൽ ഒരു 2-3 തവണ പ്രോപ്പറായിട്ട് ഹെയർ വാഷും അതുപോലെ തന്നെ ഹെയർ പാക്കും അങ്ങനെ ഒന്നും വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹെയറിനെ ശ്രദ്ധിക്കാറേ ഇല്ല, ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. ആകെ ഞാൻ ചെയ്യുന്നത് ഹെയർ ഓയിലിംഗ് മാത്രമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സിവിയറായിട്ട് ഹെയർ ഫോളൊക്കെ വന്ന് എൻ്റെ ഈ സ്കാൽപ്പിൻ്റെ ഇതൊന്നും കാണത്തൊന്നുമില്ലായിരുന്നു പണ്ട്. എനിക്ക് നല്ല ഉള്ളുള്ള മുടിയുണ്ടായിരുന്നു. പകുതി കാര്യം ഐ തിങ്ക് ഇത് ഹെറിഡിറ്ററിയാണ്. എനിക്ക് ആരുടെ ഹെറിഡിറ്ററി കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം എൻ്റെ അമ്മയ്ക്ക് നല്ല ലോങ് ഹെയർ ആൻഡ് വളരെ തിക്ക് ഹെയർ ഉള്ള ഒരാളായിരുന്നു. മേ ബി അതായിരിക്കും എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പം ഹെറിഡിറ്ററി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ, അത് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. പിന്നെ ഹെറിഡിറ്ററി കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഹെയർ കെയർ ചെയ്യുവാണെങ്കിലോ ഹെയറിന് വേണ്ടിയുള്ള ബാക്കിയുള്ള എന്ത് സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ വളരും. നിങ്ങളുടെ ഹെയർ കൺസേൺ കുറയ്ക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സിവിയറായിട്ടുള്ള ഹെയർ ഫോൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഹെയർ ഫോൾ ഉണ്ട്. അതുപോലെ തന്നെ നേരത്തെ എനിക്ക് ഈ പറഞ്ഞ സ്കാൽപ്പ് കാണുന്ന പ്രശ്നമില്ലായിരുന്നു. എൻ്റെ ഹെയറിൻ്റെ വോളിയം നല്ല രീതിയിൽ കുറഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുള്ളത് എൻ്റെ ഹെയറിൻ്റെ പേരിൽ. എൻ്റെ ഫ്രണ്ട്സ്, കസിൻസ് എല്ലാവരും എൻ്റെ ഹെയറിനെ കുറിച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ച് ഇരിക്കുന്നത് കൊണ്ട് എൻ്റെ ഹെയറിൻ്റെ ഇങ്ങനെ വോളിയം ഇങ്ങനെ കുറഞ്ഞു. ഹോസ്റ്റലിൽ എപ്പോൾ വന്നാലും ആരെങ്കിലുമൊക്കെ ചോദിക്കും, അയ്യോ മുടി എന്ത് ചെയ്യും, മുടിയുടെ ഉള്ളൊക്കെ പോയല്ലോ. അപ്പോഴാണ് ഞാൻ ഇത്തിരി കൺസേൺ ആവാൻ തുടങ്ങിയത്. ശരിയാ, എൻ്റെ ഹെയർ ഫുള്ള് ഡാമേജ് ആണ്. എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഹെയർ കെയർ റുട്ടീനേ ഇല്ല. എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, ഹെയർ കെയർ റുട്ടീനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഹോസ്റ്റലിൽ പോയി പഠിത്തം, ഡ്യൂട്ടി, എക്സാം ആകെ. പിന്നെ എനിക്ക് ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ ഒരു മൂഡില്ല, ഒരു ഹെയർ കെയർ ചെയ്യാനൊന്നും ഒരു മൂഡില്ല. അതാണ് മെയിൻ കാര്യം. അപ്പം ഞാൻ വീട്ടിൽ വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഒരു ഹെയർ കെയർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പം നമ്മളിപ്പം ഒരു വീട്ടിൽ വെച്ചിട്ടൊരു ഹെയർ കെയർ, അപ്പം വീട്ടിൽ വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഒരു ഹെയർ കെയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഹോസ്റ്റലിലും കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീട്ടിൽ നിൽക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഒരു ഹെയർ കെയർ ഞാൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇപ്പം ഞാനിത് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹോസ്റ്റലിൽ പോകുമ്പം കൂടി ഇത് ഫോളോ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിവിടെ അത് ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് ഒരിക്കലും നടക്കത്തില്ല. എനിക്ക് വീണ്ടും ഹെയർ ഡാമേജും ഹെയർ ലോസും ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓയിലിംഗ് ചെയ്യുമ്പോഴും വെറുതെ ഏതെങ്കിലും ഒരു എണ്ണ എടുത്ത് നമ്മൾ അവിടെ ഇവിടെ തേക്കുന്നത് അല്ല പ്രോപ്പറായിട്ടുള്ള ഹെയർ ഓയിലിംഗ്. ഹെയർ ഓയിലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ പ്രോപ്പറായിട്ടുള്ള നമ്മളുടെ ഹെയറിനനുസരിച്ചുള്ള ഓയിൽ സെലക്ട് ചെയ്യുക. കുറേ റീൽസിൻ്റെ അകത്ത് നമ്മളിപ്പോൾ കാണുന്നുണ്ട്, ഹെയർ ഓയിൽ ചെയ്യരുത്, ഓയിലിംഗ് നല്ലൊരു കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റീൽസ് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ഒരു നിഗമനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് നമ്മൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർ നമ്മൾ കുഞ്ഞായിരിക്കും മുതലേ ഹെയർ ഓയിലിംഗ് ചെയ്യുന്നതാണ്. നമ്മുടെ അമ്മയാണെങ്കിലും അമ്മൂമാരാണെങ്കിലും നമ്മളുടെ തലയിലെല്ലാം എണ്ണ ഇങ്ങനെ തേച്ചിങ്ങനെ പ്രോപ്പറാക്കി വെച്ചേക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരാൾ ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു എണ്ണ എടുത്ത് തേച്ച് കഴിയുമ്പോഴത്തേക്കും ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ഹെയർ ലോസ് ഉണ്ടാവാം, ഹെയർ ഡാമേജ് ഉണ്ടാവാം, ഡാൻഡ്രഫ് ഉണ്ടാവാം, ഇച്ചിങ്ങും ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞുനാൾ തൊട്ടേ എണ്ണയൊക്കെ തേച്ചുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ഇപ്പോൾ ഫോറിനേഴ്സ് അല്ലെങ്കിൽ വേറെ ഉള്ള രാജ്യത്തിൽ ഉള്ളവരുടെയൊക്കെ ഈ റീൽ ഞാൻ കാണുന്നത്. അപ്പം അവർക്ക് ചിലപ്പം അവർ ഈ കുഞ്ഞുനാൾ തൊട്ടേ എണ്ണ തേക്കാത്ത ഒരാളായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൾച്ചർ അവർക്ക് ഇല്ലാത്തവരായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവർ പുതിയതായിട്ട് ഓയില് അവരുടെ സ്കാൽപ്പിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു സാധനം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഹെയർ ഓയിലിംഗ് ചെയ്യുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ കൺസേൺ അനുസരിച്ചുള്ള ഹെയർ ഓയിൽ ചൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇപ്പം ഹെയർ സ്റ്റൈലിങ്ങോ അല്ലെങ്കിൽ ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അവിടെ നിന്ന് പറയും ഇന്ന ഓയിൽ യൂസ് ചെയ്യണം, ഇന്ന ഓയിൽ യൂസ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക, ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മളുടെ ഹെയർ പൊറോസിറ്റി, ഹെയർ കൺസേൺ അനുസരിച്ചുള്ള ഹെയർ ഓയിൽസ് യൂസ് ചെയ്യണം. ഓയിൽസിനെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ തിരിക്കാം.
ഒന്നാമത്തേത് കാരിയർ ഓയിൽ, രണ്ടാമത്തേത് എസൻഷ്യൽ ഓയിൽ. കരിയർ ഓയിൽസ് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈമറി ഓയിൽസ് എന്താ? ജോജോബ ഓയിൽ, നമ്മുടെ കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഇതെല്ലാം കാരിയർ ഓയിൽസ് ആണ്. ഈ കാരിയർ ഓയിൽസിലേക്ക് ആഡ് ചെയ്യുന്ന സാധനങ്ങളെയാണ് എസൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത്. എസൻഷ്യൽ ഓയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എസൻഷ്യൽ ഓയിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു സാധനം ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് റോസ്മേരി എസൻഷ്യൽ ഓയിലുണ്ട്, ഫെനുഗ്രീക്കിൻ്റെ ഉണ്ട്, ലാവൻഡർ ഉണ്ട്, അങ്ങനെ പല സാധനത്തിൻ്റെ എസൻഷ്യൽ ഓയിൽസ് ഉണ്ട്. എസൻഷ്യൽ ഓയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐറ്റത്തിൻ്റെ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓയിൽ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 2 to 3 ടേബിൾ സ്പൂൺ റോസ്മെരി ലീവ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ അത്രയും തന്നെ ബലം ഒരു 2 ഡ്രോപ്സ് റോസ്മെരി എസൻഷ്യൽ ഓയിൽ യൂസ് ചെയ്താൽ കിട്ടും. അപ്പം ഒരു സാധനത്തിൻ്റെ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫോമിനെയാണ് നമ്മൾ എസൻഷ്യൽ ഓയിൽസ് എന്ന് പറയുന്നത്. ഹെയർ കെയറിലോട്ട് വരുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് റോസ്മെരി എസൻഷ്യൽ ഓയിൽ. റോസ്മെരി എസൻഷ്യൽ ഓയിൽ എന്താണ്? ഈ റോസ്മെരി ലീവ്സ് എല്ലാം കൂടെ വളരെ കോൺസെൻട്രേറ്റഡ് ആക്കിയിട്ട് ഒരു ഓയിൽ രീതിയിലാക്കി വെക്കുന്നതാണ് ഈ റോസ്മെരി എസൻഷ്യൽ ഓയിൽ. ഇനി എങ്ങനെയാണ് ഒരു റോസ്മെരി എസൻഷ്യൽ ഓയിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. റോസ്മെരി എസൻഷ്യൽ ഓയിൽസോ അല്ലെങ്കിൽ ഒരു എസൻഷ്യൽ ഓയിലും ഡയറക്റ്റ് നിങ്ങൾ സ്കിന്നിലോ ഹെയറിലോ യൂസ് ചെയ്യരുത്. എപ്പോഴും നിങ്ങൾ ആദ്യം പറഞ്ഞ കരിയർ ഓയിൽസിൻ്റെ കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഞാൻ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ, ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുക്കും. അതിൻ്റെ അകത്തേക്ക് 2 to 3 ഡ്രോപ്സ് റോസ്മെരി എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യും. എന്നിട്ട് ഞാനിത് ഡയറക്റ്റ് ബോയിൽ ചെയ്യുമല്ല, ഡബിൾ ബോയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ ഒരു വലിയ കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് വെള്ളം വെക്കണം. അത് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളുടെ കരിയർ ഓയിൽ ഏതാണോ ആ ഓയിലും എസൻഷ്യൽ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് അത് വേറൊരു കുഞ്ഞു പാത്രത്തിൻ്റെ അകത്ത് വെച്ചിട്ട് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന മണ്ടയ്ക്ക് വെക്കണം. അപ്പോൾ ഇത് എന്ത് ചെയ്യും? ചൂടാവും. അങ്ങനെ വേണം എന്ത് എസൻഷ്യൽ ഓയിലാണെങ്കിലും യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഹെയർ പാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെയർ മസാജ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും മാത്രമേ എസൻഷ്യൽ ഓയിൽസ് യൂസ് ചെയ്യാവുള്ളൂ. ഒരിക്കലും അത് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത്, കാരണം നിങ്ങൾക്ക് ഇറിറ്റേഷനും ബേൺസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും എസൻഷ്യൽ ഓയിൽ ഡൈല്യൂട്ട് ചെയ്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ എസൻഷ്യൽ ഓയിൽ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്യുമ്പം അതൊരിക്കലും കുറേ നാളത്തേക്ക് തുറന്നു വെക്കുകയോ അല്ലെങ്കിൽ ഈ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ എക്സ്പോഷർ ഒന്നും വെക്കരുത്. പിന്നെ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ഓയിലിൻ്റെ കൂടെ ഒരു 2 to 3 ഡ്രോപ്സ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഹയർ കോൺസെൻട്രേഷനിലോ ഹയർ ഡ്രോപ്സ് ഒന്നും യൂസ് ചെയ്യരുത്. ഇനി രണ്ടാമത്തെ കാര്യമാണ് ഡീറ്റാങ്കിൾ. എന്താണ് ഡീറ്റാങ്കിൾ? നമ്മളുടെ മുടിയിൽ നല്ല രീതിക്ക് ജട പിടിച്ചിരിക്കുമായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും ഹെയർ ഓയിൽ ചെയ്യുന്നതിന് മുമ്പേ ഡീറ്റാങ്കിൾ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ജട അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടുപിടിഞ്ഞ് കിടക്കത്തില്ലേ മുടിയൊക്കെ, അതൊക്കെ എപ്പോഴും എണ്ണ തേക്കുന്നതിന് മുമ്പേ കളയണം. എണ്ണ തേച്ചിട്ട് ഒരിക്കലും മുടി കോംബ് ചെയ്യാനോ അല്ലെങ്കിൽ മുടി ഡീറ്റാങ്കിൾ ചെയ്യാനോ നിൽക്കരുത്. കാരണം ഹെയർ ഓയിലിംഗ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഹെയറിൻ്റെ ക്യൂട്ടിക്കൽസ് ഒക്കെ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. അതായത് നമ്മുടെ ഹെയർ പോഴ്സും ക്യൂട്ടിക്കൽസ് ഒക്കെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും നമ്മൾ ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഹെയർ ഓയിലിംഗ് ചെയ്തിട്ട് ഈ സാധനം ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും ഹെയർ ഫർദറായിട്ട് ഡാമേജ് ആവാനും അതുപോലെ തന്നെ ബ്രേക്കേജ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഓയിൽ ചെയ്യുന്നതിന് മുമ്പേ ഹെയർ കോംബ് ചെയ്യുക. കാരണം ഓയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ എന്താവും? റിലാക്സ്ഡ് സ്റ്റേറ്റിലാണ്. ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലാണ് നമ്മുടെ ഹെയർ. നമ്മുടെ ക്യൂട്ടിക്കിൾസ്, പോഴ്സ് ഇതെല്ലാം ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും അതിങ്ങനെ ഇട്ട് വലിക്കുന്ന സമയത്ത് നമ്മളുടെ ഹെയർ വീണ്ടും ലോസ് ആവാനും ഡാമേജ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഹെയർ ഓയിൽ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഡീറ്റാങ്കിൾ ചെയ്യുക. അപ്പോൾ ഇനി ഡീറ്റാങ്കിൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ അടുപ്പിച്ച് പല്ലുകളുള്ള പ്ലാസ്റ്റിക് ചീപ്പുകൾ ഉപയോഗിക്കാതെ ഇതുപോലുള്ള വൈഡ് ആയിട്ടുള്ള വുഡൻ കോംസുകൾ യൂസ് ചെയ്യണം. വുഡൻ കോംസുകൾ യൂസ് ചെയ്യുമ്പം നമ്മളുടെ ഈ പ്ലാസ്റ്റിക് സാധനം ഫ്രിക്ഷൻ കാരണം ഭയങ്കരമായിട്ട് ഹെയർ സ്പ്ലിറ്റ് ആവാനും ഹെയർ ഭയങ്കര ഡ്രൈ ആവാനും ചാൻസ് ഉണ്ടാകും. പക്ഷേ വുഡൻ കോംബ് യൂസ് ചെയ്യുമ്പോൾ അത് അങ്ങനെയുള്ള ഒരു സംഭവം നടക്കത്തില്ല. അതുമാത്രമല്ല, ഇത് വൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്കേജ് ഉണ്ടാവാതിരിക്കാം. അതുപോലെ തന്നെ ഈ വുഡൻ കോംസ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ഡീറ്റാങ്കിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഇവിടെ ജടയുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ വലിക്കാതിരിക്കുക. എപ്പോഴും നിങ്ങളുടെ ഹെയറിൻ്റെ ടിപ്പിൽ നിന്ന് ഡീറ്റാങ്കിൾ ചെയ്ത് മേളിലേക്ക് പോകാൻ ശ്രമിക്കണം. ഓക്കെ, ഇങ്ങനെ ഡീറ്റാങ്കിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫർദർ ഹെയർ ലോസോ ഹെയർ ഡാമേജോ തടയാനായിട്ട് സഹായിക്കും. സോ അപ്പോൾ ഇനി ഡീറ്റാങ്കിൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മേലിൽ നിന്ന് ചീവി കൊടുക്കാതെ നിങ്ങളുടെ ഹെയറിൻ്റെ ടിപ്പിൽ ഡീറ്റാങ്കിൾ ചെയ്ത് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഇച്ചിരിയും കൂടെ നല്ലതായിരിക്കും.
സോ ഇനി നമ്മൾ നെക്സ്റ്റ് സംസാരിക്കാൻ പോകുന്നതാണ് ഇൻവേർഷൻ മെത്തേഡ്. ഇൻവേർഷൻ മെത്തേഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അതിനെ അറിയാത്തവർക്ക് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇനി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇൻവേർഷൻ മെത്തേഡ് എന്താണ്, ഇൻവേർഷൻ മെത്തേഡിൻ്റെ ബെനിഫിറ്റ് എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഒരു ഷോർട്ട് വീഡിയോ, ആ ഷോർട്ട്സ് ഇടാനുള്ള അത്ര ഒരു കണ്ടൻറ്റേ ഉള്ളൂ. അത് ഞാൻ ഇനി അടുത്ത ഒരു ഷോർട്ട്സിൻ്റെ അതിടാം. ഇനി അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഹെയർ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, എവിടെയെങ്കിലും അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പ്രോപ്പറായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഹെയർ എപ്പോഴും മസാജ് ചെയ്യാനായിട്ട് ഒത്തിരി ടൂൾസ് നമ്മളുടെ മാർക്കറ്റിലൊക്കെ ഉണ്ട്. ആയിട്ടുള്ള ഒരു ഹെയർ മസാജിന് വേണ്ടി സ്കാൽപ്പ് മസാജർ, ഹെയർ മസാജർ, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ നമ്മുടെ ഓൺലൈനിലാണെങ്കിലും മാർക്കറ്റിലാണെങ്കിലും ഉണ്ട്. അതൊന്നും മേടിക്കാൻ കാശില്ല. എന്നെപ്പോലെ കാശില്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്താലും മതി. ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് അതിങ്ങനെ പ്രോപ്പറായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ സർക്കുലേഷനും ആവും, പിന്നെ ആ ഹെയർ പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പം ഹെയർ മസാജ് ചെയ്യുമ്പോൾ ഫിംഗേഴ്സ് വെച്ചിട്ടാണ് നിങ്ങൾ മസാജ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ നെയിൽസ് യൂസ് ചെയ്യരുത്. നെയിൽസ് യൂസ് ചെയ്ത് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുകയൊന്നും ചെയ്യരുത്. അത് വീണ്ടും നിങ്ങളുടെ സ്കാൽപ്പ് ഇറിറ്റേറ്റ് ചെയ്യാനേ കാരണമാകത്തുള്ളൂ. അപ്പോൾ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ഈ ഫിംഗറിൻ്റെ ടിപ്സ് യൂസ് ചെയ്യുക, നെയിൽസ് യൂസ് ചെയ്യാതിരിക്കുക. ഇനി അടുത്തത് ഹെയർ ഓയിലിംഗ് ചെയ്യുമ്പം നിങ്ങളുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഹെയർ ലെങ്ത്തിലും ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കണം. അല്ലാണ്ട് ഒരിക്കലും സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് ഈ ഭാഗം ഡ്രൈ ആക്കി ഇടരുത്. അത് വീണ്ടും നിങ്ങളുടെ ഹെയർ സ്പ്ലിറ്റൻസ് ഉണ്ടാവാനായിട്ട് കാരണമാവും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇവിടെ മാത്രം എണ്ണ തേക്കാണ്ടിരിക്കരുത്. സ്കാൽപ്പിലും ഹെയറിൻ്റെ എൻഡിലും ഒരുപോലെ എണ്ണ തേക്കണം. ഇനി എപ്പോഴാണ് എണ്ണ തേക്കേണ്ടത്? എണ്ണ എല്ലാ ദിവസവും തേക്കുന്നത് നല്ലതാണോ, എല്ലാ ദിവസവും തേക്കാതിരിക്കുന്നതാണോ നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഹെയർ ഓയിലിങ് എല്ലാ ദിവസവും ചെയ്യരുത്. അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം നിങ്ങളുടെ തലയിൽ ഓയിൽ ഇരിക്കുന്നുണ്ടോ അത്രയും ഡേർട്ട്സും പൊല്യൂട്ടൻസ് ഒക്കെ അവിടെ വന്നിങ്ങനെ അടിഞ്ഞുകൂടി നിങ്ങളുടെ ഹെയറിൻ്റെ ക്യൂട്ടിക്കിൾസും പോഴ്സൊക്കെ ക്ലോഗ് ചെയ്യാനായിട്ട് കാരണമാകുന്നു. അത് ഫർദർ ബിൽഡപ്സ്, ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. അപ്പം നിങ്ങൾ ആഴ്ചയിൽ 1-2 തവണ മാത്രമേ ഹെയർ ഓയിലിംഗ് ചെയ്യാവുള്ളൂ. ഹെയർ ഓയിലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴും ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു, അല്ലെങ്കിൽ നിങ്ങൾക്ക് താളി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. താളി ഉപയോഗിച്ച് ഈ എണ്ണ കഴുകി കളയണം. ഇച്ചിരി മാത്രം ഹെയറിന് ഓയിൽ ഇരിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ഓവർ ഓയിലിംഗ് ചെയ്തിട്ട് ഓവർ ഓയിൽസ് നമ്മുടെ ഹെയറിലോ സ്കാൽപ്പിലോ ഇരിക്കുവാണെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ ക്ലോഗ് ചെയ്തിട്ട് പോഴ്സ് എല്ലാം ക്ലോഗ് ആയിട്ട് പിന്നീട് ഫർദർ ഡേർട്ട്സും ഡാൻഡ്രഫൊക്കെ ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഹെയർ ഓയിലിംഗ് ചെയ്തിട്ട് എപ്പോഴും നിങ്ങൾ ആ എക്സസ് ഓയിൽ കളഞ്ഞു എന്ന് ഉറപ്പുവരുത്തണം. അത് സംസാരിക്കാൻ പോകുന്നത് ഇനി എണ്ണ എത്ര നേരം വെക്കണം. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഹെയർ കൺസേൺ അനുസരിച്ചുള്ള ഒരു ഹെയർ ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ഓവർ നൈറ്റ് വെക്കാം. ഇപ്പം നിങ്ങൾ പുറത്ത് പോകുന്നില്ല, നിങ്ങൾക്ക് ഡസ്റ്റ് പൊല്യൂട്ടൻസോ ആയിട്ടൊന്നും കൂടുതൽ എക്സ്പോഷർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓവർ നൈറ്റ് വെക്കുക. അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഹെയറിൽ നിങ്ങളുടെ ഹെയർ ഓയിൽ വെക്കുക. അല്ലാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് എണ്ണ തേച്ചിട്ട് പോയി കുളിക്കുന്നത് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ ഹെയറിൽ ഓയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ് എങ്കിലും വെച്ചേക്കാം. ഇനി അടുത്ത സംസാരിക്കാൻ പോകുന്നത് ഇനി ഹെയർ ഓയിൽ ചെയ്തിട്ട് ഹെയർ വെറുതെ വിടണോ അതോ ഹെയർ ടൈ ചെയ്ത് വെക്കണോ എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ മുമ്പേ പറഞ്ഞ അതേ കാര്യം പറയാൻ പോകുന്നത്, നിങ്ങൾ ഓയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഹെയർ റിലാക്സ്ഡ് സ്റ്റേറ്റിൽ, അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കെട്ടിവെക്കത്തില്ലേ, അങ്ങനെ കെട്ടിവെക്കരുത്. അങ്ങനെ കെട്ടിവെക്കുമ്പോഴത്തേക്കും എന്താ ഫർദർ വീണ്ടും നിങ്ങൾക്ക് പൊഴിച്ചിലുണ്ടാവുകയേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ചെയ്യാതിരിക്കുക. ഇനി നിങ്ങൾക്ക് ഹെയർ ടൈ ചെയ്യണമെങ്കിൽ അത് ലൂസായിട്ടുള്ള ബ്രെയ്ഡ്സുകൾ യൂസ് ചെയ്യാം. നിങ്ങളുടെ ഹെയർ തമ്മിൽ ഇത്രയെങ്കിലും ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഒരിക്കലും ഇതിങ്ങനെ ടൈറ്റായിട്ട് കെട്ടിവെക്കാതിരിക്കുക. അത് എപ്പോഴാണെന്നില്ല, രാത്രി കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഹെയർ പ്രോപ്പറായിട്ട് മുടി കെട്ടിവെക്കുന്ന ആളാണെങ്കിൽ അത് ഒരിക്കലും ഭയങ്കര കട്ടിയായിട്ട് ഇങ്ങനെ ടൈ ചെയ്യാതെ ലൂസ് ബ്രെയ്ഡ്സുകൾ എപ്പോഴും യൂസ് ചെയ്യണം. ഇനി അടുത്തത് ഹെയർ ഓയിലിംഗ് ടെക്നിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹെയർ ഓയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി എപ്പോഴും നിങ്ങളുടെ കോമ്പ് വെച്ചിട്ട് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് കൊടുക്കുക. പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിട്ട് ഈ പാർട്ടീഷൻ്റെ എല്ലാ ഇടയ്ക്ക് പ്രോപ്പറായിട്ടുള്ള ഹെയർ ഓയിൽസ് നമ്മൾ യൂസ് ചെയ്യണം. ഓയിൽസ് യൂസ് ചെയ്യാൻ നിങ്ങൾ ചെറിയൊരു കോട്ടൺസ് യൂസ് ചെയ്യും. കോട്ടൺ യൂസ് ചെയ്യുന്നവരുണ്ട്, കോട്ടൺ നമ്മളുടെ ഓയിൽ ഡിപ്പ് ചെയ്ത് യൂസ് ചെയ്യുന്നവരുണ്ട്, നമ്മുടെ ഇയർ ബഡ്സ് വെച്ചിട്ട് ഓയിൽ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫിംഗേഴ്സ് വെച്ചിട്ട് പ്രോപ്പറായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. പിന്നെ ഒരു ഹെയർ ഓയിലിംഗ് ടൂളുണ്ട്, അത് ഞാനിവിടെ കൊടുത്തേക്കാം. ആ ടൂൾ യൂസ് ചെയ്തിട്ടും ഹെയർ ഓയിൽസ് ചെയ്യുന്നവരുണ്ട്.
ഒന്നും ചെയ്തില്ലെങ്കിൽ വീട്ടിലോ കൂട്ടുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് കൂട്ടുകാരാണ് എല്ലാ ദിവസവും മിക്കവാറും ഒക്കെ എണ്ണ തേച്ച് തരുന്നത്. മിക്കവാറും എല്ലാ ആഴ്ചയും ഞാൻ എണ്ണ തേക്കുന്ന എല്ലാ ദിവസവും എൻ്റെ കൂട്ടുകാരി ജ്യോതിലക്ഷ്മിയോ ഷെപ്നയോ ഒക്കെയാണ് എനിക്ക് എണ്ണ തേച്ച് തരാറുള്ളത്. അന്നേരം അവർ പിന്നെ പ്രോപ്പറായിട്ട് മസാജൊക്കെ ചെയ്ത് തരും. അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ടൂൾസ് സാധനങ്ങളൊന്നും മേടിക്കേണ്ട, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രോപ്പറായിട്ടുള്ള ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് ഹെയർ ഓയിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളാണ്. ഇനി വരാനുള്ള വീഡിയോസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും വീട്ടിൽ നിൽക്കുന്നവർക്കും ഒക്കെ ഉപയോഗിക്കാൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ഹെയർ പാക്കിനെ കുറിച്ച്, ഹെയർ പാക്ക് എങ്ങനെ ഇടണം, ഹെയർ പാക്ക് എങ്ങനെ യൂസ് ചെയ്യരുത്, എങ്ങനെ യൂസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഹെയറിൽ എന്തൊക്കെ കെയർ കൊടുക്കണം എന്നുള്ള അങ്ങനെ കുറച്ച് സീരീസ് അല്ലെങ്കിൽ പാർട്ടായിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇത്രയേ ഉള്ളൂ ഹെയർ ഓയിലിങ്ങിനെ കുറിച്ച്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും എനിക്കറിയാം, ഞാൻ പറഞ്ഞതിൽ കുറച്ച് ഭാഗങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന്. അത് സാധാരണയായിട്ട് ഞാൻ സംസാരിക്കുമ്പോഴും ആർക്കും ഞാൻ പറയാൻ പോകുന്ന പകുതി കാര്യങ്ങൾ മനസ്സിലാവത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റിൽ ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ട്, അല്ലെങ്കിൽ ഇതാണ് ശരിയെന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞു തരണം. അതുപോലെ തന്നെ ഇനി ഫർദറായിട്ട് എനിക്കറിയാം കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യാനുണ്ട്. കാരണം ഞാൻ ലോങ് വീഡിയോസ് ഇടുന്നത് വളരെ കുറവാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നത് കൊണ്ട് ഈ നാച്ചുറൽ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഹെയർ പാക്ക് ചെയ്യുക, സ്കിൻ കെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരിത്. അല്ലാണ്ട് കൂടുതൽ കെമിക്കൽസ് യൂസ് ചെയ്യാണ്ട് നാച്ചുറൽ ആയിട്ടുള്ള നമ്മളുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നതാണ് എനിക്ക് ഇച്ചിരി കൂടെ കംഫർട്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ വരുമ്പോഴേ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യത്തുള്ളൂ. അപ്പം അതുകൊണ്ട് പിന്നെ ലോങ് വീഡിയോസ് ഇടാനുള്ള ഒരു ഡെയിലി ഡേറ്റ് എനിക്കില്ല, അവിടെ റേഞ്ച് ഇല്ല, എൻ്റെ ഹോസ്റ്റലിൽ റേഞ്ച് ഇല്ല. അതൊക്കെ മെയിൻ കാര്യമാണ്. അപ്പം ഇനി ഞാൻ ലോങ് വീഡിയോസ് ഇടുന്നതായിരിക്കും ഹെയർ കെയറിനെ കുറിച്ചുള്ള. എനിക്ക് എന്തായാലും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഹെയർ കെയർ റുട്ടീൻ എനിക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം പോകാൻ കേട്ടോ. ടാറ്റാ.